അപ്പൊ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞു നിർത്തിയത് എവിടാ ഇവിടെ വരല്ലേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിനകത്ത് പറഞ്ഞു ഈ സ്റ്റെമ്മിനകത്ത് എന്തുണ്ടായാൽ റൂട്ട് ഉണ്ടായാൽ നമുക്ക് റൂട്ട് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഇഫ് വി ഗ്രോ ഇഫ് വി ക്യാൻ ഗ്രോ റൂട്ട്സ് ഫ്രം സ്റ്റെമ്മിൽ നിന്ന് നമുക്ക് റൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ റൂട്ട് മുളപ്പിക്കാൻ സാധിച്ചാൽ if it can be done won't it guava plant grow and bear fruits much earlier എത്രയും പെട്ടെന്ന് തന്നെ മറ്റേ സാധാരണ നമ്മളൊരു സീഡ് നട്ട് വളർത്തുന്നതിനേക്കാളും മുൻപ് തന്നെ നമുക്ക് അതിൽ നിന്ന് ഫ്രൂട്ട്സും അതിൽ നിന്ന് നമുക്ക് അതിന്റെ കായ്ഫലം ലഭിക്കില്ല എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം ഈ റൂട്ട് ഇങ്ങനെ നമുക്ക് സ്റ്റെമ്മിൽ ഇങ്ങനെ മുളപ്പിച്ചെടുത്ത് നമുക്ക് അതിനെ നട്ട് വളർത്താൻ പറ്റിയ ഒരു മെത്തേഡിന്റെ പേരാണ് ലെയറിങ്. ഓക്കെ, ഈ പിക്ചേഴ്സ് ഒന്നും നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇല്ലാത്തതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സംശയങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പിക്സ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ടോപ്പിക് ലെയറിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ലെയറിങ്? In plants such as guava, sapota, java apple, almond and fig rooting can be induced in the stem of mother plant. അപ്പം ഗുവാവ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പേരമരം, അതുപോലെ തന്നെ സപ്പോട്ട, അതുപോലെ തന്നെ ജാവ ആപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ചാമ്പയ്ക്കയില്ലേ, ചാമ്പമരം, ചാമ്പയ്ക്ക. ആൽമണ്ട് എന്ന് പറയുന്നത് എന്താണ്? ബദാം. അതുപോലെ തന്നെ ഫിഗ് റൂട്ടിങ്. ഫിഗ് എന്താണെന്ന് അറിയാവോ? ഫിഗ് എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം. അപ്പം ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളിലൊക്കെ ക്യാൻ ബി ഇൻഡ്യൂസ് ഇൻ ദ സ്റ്റെം ഓഫ് മദർ പ്ലാന്റ്. ഈ അതിന്റെ ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ റൂട്ടിങ് ക്യാൻ ബി, ഇതിനെ നമുക്ക് വേര് മുളപ്പിക്കുന്നത് നമുക്ക് അതിന്റെ സ്റ്റെമ്മിൽ, മദർ പ്ലാന്റിന്റെ സ്റ്റെം. മദർ പ്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ, ഈ ഒരു സാപ്ലിങ് നമുക്ക് ഇവിടെ കിട്ടുമ്പോൾ അതിന്റെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മദർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ മദർ പ്ലാന്റിൽ വലിയൊരു പേരമരം എന്ന് ഉദ്ദേശിച്ചാൽ മതി. അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന തൈയും അതിൽ നിന്ന് എടുക്കുന്ന അരികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ ഒരു സാപ്ലിങ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഈ സാപ്ലിങ്സിന്റെ ഒക്കെ മദർ പ്ലാന്റ് ആണ് ആ വലിയ പേരമരം. എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഓക്കെ, സോ ഈ മദർ പ്ലാന്റിൽ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാന്നാണ് പറയുന്നത്? അതിനകത്ത് നമുക്ക് റൂട്ട് അതിനകത്ത് മുളപ്പിച്ചെടുക്കാന്നാണ് പറയുന്നത്, സ്റ്റെമ്മിൽ. ഓക്കെ, ദിസ് സ്റ്റെം വിച്ച് റൂട്ട്സ് ക്യാൻ ബി കട്ട് ആൻഡ് പ്ലാന്റ്. ഓക്കെ, സോ ഈ റൂട്ട് മുളച്ച ഈ സ്റ്റെമ്മില്ല, ആ സ്റ്റെമ്മിനെ നമുക്ക് കട്ട് ചെയ്ത് അതിനെ നമുക്ക് നട്ട് വളർത്താന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് ദ സ്റ്റേജസ് ഓഫ് ലെയറിംഗ് ഇൻ എ ഗുവാ പ്ലാന്റ്. അപ്പം ഈ ഒരു ഗുവാ പ്ലാന്റിനകത്ത് എങ്ങനെ ലെയറിംഗ് ചെയ്യാന്നുള്ള സ്റ്റേജസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, ലെയറിംഗ് ആണ് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം, തെറ്റരുത്. എല്ലാവർക്കും ലെയറിംഗ് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പൊ നമ്മൾ ലെയറിംഗ് എന്താണെന്നുള്ളതാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സ്റ്റേജ് 1, സെലക്ട് എ പെൻസിൽ സൈസ്ഡ് സ്റ്റെം ഓഫ് ദി മദർ പ്ലാന്റ്. ഒരു മദർ പ്ലാന്റ്, ഇപ്പൊ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ഇതൊരു മദർ പ്ലാന്റ് ആണെന്ന് വെച്ചു. ഓക്കെ, ഈ മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ എന്ത് സെലക്ട് ചെയ്യണം? ഈ മദർ പ്ലാന്റിൽ നിന്ന് ഒരു പെൻസിൽ ഷേപ്ഡ്, ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ. ഓക്കെ, ഇതൊരു മദർ പ്ലാന്റിന്റെ ഒരു മെയിൻ സ്റ്റെം ആണ്. ഓക്കെ, മെയിൻ സ്റ്റെമ്മിൽ നിന്ന് പെൻസിൽ സൈസ് സ്റ്റെം ഓഫ് ദി മദർ പ്ലാന്റ്, ഒരു പെൻസിൽ സൈസ് ഉള്ള ഒരു സ്റ്റെം നമ്മൾ ചൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നോക്കി, ഇതൊരു പെൻസിൽ സൈസ് സ്റ്റെം ആണല്ലേ. ഈ പെൻസിൽ സൈസ് സ്റ്റെം നമ്മൾ ചൂസ് ചെയ്യുന്നു. ഓക്കെ, make a cut of the 2 centimeter length in a circular shape on the bark in between 2 nodes of the stem. രണ്ട് ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ബാർക്ക് ഇൻ ബിറ്റ്വീൻ 2 നോട്ട്സ് ഓഫ് ദി സ്റ്റെം. ഓക്കെ, 2 നോട്ട്സ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു നോഡാണ്. ഓക്കെ, ഈ നോഡിൽ നിന്നാണ് എന്ത് 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 പൊട്ടിമുളച്ചത്? ഈ സ്റ്റെം പൊട്ടിമുളച്ചത് അല്ലേ. അപ്പം ഇതൊരു നോഡാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇവിടെ കണ്ടോ ഒരു കുത്തു പോലെ കണ്ടോ? അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, ഇതും ഈ കുത്തുപോലെ കാണുന്നതും ഈ കാണുന്നതും എന്താണ്? അതും ഒരു നോഡാണ്. അപ്പം ഇവിടെയും എന്ത് സംഭവിക്കും? ഇവിടെ നിന്നും അടുത്ത പ്ലാന്റ്, അടുത്ത ഒരു ചെറിയ തണ്ട് പോലെ നമ്മൾ കണ്ടില്ല, ഇങ്ങനെ പല പല ഇങ്ങനെ തണ്ട് ഇങ്ങനെ ബ്രാഞ്ച് ആയിട്ട് പോകുന്നത്. അപ്പം ഇവിടെ നിന്ന് എന്ത് സംഭവിക്കും? ഒരു സ്റ്റെം പോലെ ഒരെണ്ണം മുളയ്ക്കും. അതുപോലെ തന്നെ ഈ പോയിരുന്നത് കണ്ട് ഇത് ചെറിയൊരു സ്റ്റെമ്മാണ്, അത് ഈ ഒരു സ്റ്റെമ്മിൽ ഇവിടെ നിന്നാണ് മുളച്ചിരിക്കുന്നത്. അപ്പൊ ഇതും ഒരു നോഡാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഈ ഒരു നോഡ് കണ്ടോ നിങ്ങൾ, ഈ ഒരു നോഡ്, ഈ ഒരു നോഡ്. ഓക്കെ, ഈ ഒരു നോഡ്, ഈ നോഡിൽ നിന്നല്ലേ ഇത് മുളച്ചത്. അപ്പം ഇത് രണ്ടുമാണ് നോഡ് എന്ന് പറയുന്നത്. അപ്പം മേക്ക് എ കട്ട് ഓഫ് ദി 2 to 3 centimeter ലെങ്ത് ഇൻ എ സർക്കുലർ ഷേപ്പ് ഓൺ ദി ബാർക്ക് ഇൻ ബിറ്റ്വീൻ 2 നോഡ്സ് ഓഫ് ദി സ്റ്റെം. ഈ സ്റ്റെമ്മിന്റെ 2 നോഡിന്റെ ഇടയ്ക്ക് ഒരു 2 to 3 centimeter കട്ട് കൊടുക്കാനാണ് എന്ന് പറഞ്ഞാൽ ഒരു 3 centimeter ഉള്ള ഒരു 2 to 3 centimeter ഉള്ള ഒരു സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു പെൻസിൽ പോലെ ഒരു സാധനം നിങ്ങൾ ഇപ്പോൾ എടുത്ത് കൈ, ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു പേന എടുത്ത് നിങ്ങൾ കൈ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേനയ്ക്ക് ചുറ്റും ഒരു 2 to 3 centimeter ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 2 to 3 centimeter എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കിയോ, എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 1 to 3 centimeter വെച്ചിട്ട് ഉണ്ടോ, ഇവിടെ ഇത്രയും ഭാഗത്തെ ബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊലി. ഈ മേലത്തെ തൊലി നമ്മളിങ്ങനെ ചെത്തി കളയുമ്പോൾ അകത്ത് ഇങ്ങനെ വെളുത്തിരിക്കുന്നുണ്ടല്ലേ. ഓക്കെ, അത് തന്നെയാണ് സംഭവം. ആ തൊലി നമ്മളിങ്ങനെ ചുറ്റിനും ഉള്ളത് എടുത്ത് കളയുക. ഓക്കെ, അതാണ് സ്റ്റേജ് 1. മനസ്സിലായല്ലോ പറഞ്ഞത്?
മദർ പ്ലാന്റിനകത്ത് നിന്ന് വരുന്ന ഒരു സ്റ്റെം, മെയിൻ സ്റ്റെമ്മിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു സ്റ്റെം പോലുള്ള ഒരു സാധനം, അതിനകത്ത് നിന്ന് രണ്ട് നോഡുണ്ട്. രണ്ട് നോഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു നോഡ്, ഇതാണ് ഒരു നോഡ്. ഓക്കെ, ഈ രണ്ട് നോഡിന്റെ ഇടയ്ക്ക് നിന്നാണ് ഇവിടെ ഇപ്പോൾ കട്ട് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെയുള്ളിടത്ത് നിന്ന് കട്ട് ചെയ്ത് നമ്മളവിടെ 2 to 3 സെന്റിമീറ്ററിലെ ലെങ്തിൽ നമ്മൾ അവിടുത്തെ ബാർക്ക് എടുത്ത് കളയണം. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റേജ് 2 ആണ് അടുത്ത് നോക്കുന്നത്. അപ്ലൈ സ്ലൈറ്റ്ലി വെറ്റ് മിക്സ്ചർ ഓഫ് കോക്കോപീറ്റ്, സോയിൽ ആൻഡ് കൗഡങ് പൗഡർ ടു ദിസ് ഏരിയ. ഈ കാണുന്ന ഏരിയയിലോട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തില്ലേ, ആ ഏരിയയിലോട്ട് ഒരു വെറ്റ് മിക്സ്ചർ, ഈ പോയിന്റ് ശ്രദ്ധിച്ചോണം. വെറ്റ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി വെറ്റ് മിക്സ്ചർ ആണ് കേട്ടോ. സ്ലൈറ്റ്ലി വെറ്റ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് നനച്ച ചെറിയൊരു ഈർപ്പമുള്ള കോക്കോപീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാണുന്നതാണ് കോക്കോപീറ്റ്. കോക്കോപീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോക്കനട്ട് ഇല്ലേ, കോക്കനട്ടിന്റെ ആ ഒരു തരി, ഇതിനകത്ത് നമ്മൾ തേങ്ങ പൊതിക്കുമ്പോൾ ഒരു ഇതുപോലെ വരില്ലേ, അതിനെയാണ് നമ്മൾ ചകിരിച്ചോറ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചകിരിച്ചോറ്, അതുപോലെ തന്നെ സോയില്, മണ്ണ്, അതുപോലെ തന്നെ വേറെന്താണ്, നമ്മുടെ ഉണക്കി പൊടിച്ച കൗടങ്ങ്, ചാണകം, ഇത് മൂന്നും കൂടി ചെറിയൊരു ഈർപ്പമുള്ള ചെറിയ വെള്ളം അതിനകത്ത് തളിച്ചിട്ട് നമ്മൾ എടുത്തിട്ട് ഇവിടെ നമ്മൾ വെക്കണം. നമ്മൾ കട്ട് ചെയ്ത ഈ പാർട്ടിൽ വെക്കണം. വെച്ചിട്ട് റാപ്പ് ദിസ് ഏരിയ വിത്ത് എ പോളിത്തീൻ ബാഗ്. പോളിത്തീൻ ബാഗ് എന്ന് പറയുന്നത് ഈ ബാഗ് കണ്ടോ, ഈ കറുത്ത സാധനം നമ്മൾ ഈ ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്, ഇതിനാണ് പോളിത്തീൻ ബാഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു പോളിത്തീന്റെ ഒരു ചെറിയൊരു ബാഗ് അല്ലെങ്കിൽ അതിന്റെ ചെറിയൊരു പീസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്ഥലം നമ്മൾ ഈ കൊക്കോപീറ്റും സോയിലും കൗടങ്ങും ഒക്കെ വെച്ച ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വെച്ചൊന്ന് ചുറ്റണം. ചുറ്റിയിട്ട് രണ്ടറ്റം കെട്ടണം. ഓക്കെ, അടുത്ത സ്റ്റേജ് 3 നോക്കാം. മനസ്സിലായല്ലോ സ്റ്റേജ് 2. അടുത്ത സ്റ്റേജ് 3 നോക്കാം. റൂട്ട്സ് വിൽ സ്പ്രൗട്ട് ഇൻ ദി ഏരിയ ഓഫ് ലെയറിംഗ് വിത്തിൻ 2 months. 2 മാസത്തിനുള്ളിൽ നമ്മൾ നമ്മളിപ്പോ ചെയ്ത ഇതിനാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. എന്താണ്? 2 to 3 സെന്റിമീറ്റർ ലെങ്തിൽ നമ്മളൊരു സർക്കുലർ ഷേപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു, ബാർക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ അവിടെ കൗടങ്ങും കോക്കോപീറ്റും സോയിലിന്റെ ഒരു സ്ലൈറ്റ്ലി വെറ്റ് ആയിട്ടുള്ള ഒരു മിക്സ്ചർ വെച്ചു. നമ്മൾ അത് വെച്ചിട്ട് അവിടെ നമ്മൾ പോളിത്തീൻ ബാഗ് കൊണ്ട് ചുറ്റി കെട്ടി. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തതാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. റൂട്ട്സ് വിൽ സ്പ്രൗട്ട് ഇൻ ദി ഏരിയ ഓഫ് ലെയറിംഗ് വിത്തിൻ 2 months. 2 മാസത്തിനുള്ളിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇതിലെ ലെയറിംഗ് ചെയ്തില്ലേ, ഈ പാർട്ടിൽ എന്ത് വരും? റൂട്ട്സ് മുളച്ച് വരും. കട്ട് ദി സ്റ്റെം ജസ്റ്റ് ബിലോ ദി ഏരിയ ഓഫ് ലെയറിംഗ്. ഈ നമ്മൾ ഈ ലെയർ ചെയ്തില്ലേ, ഈ ഭാഗം, ഈ ലെയർ ചെയ്ത ഭാഗത്തിന് തൊട്ട് താഴെ വെച്ചിട്ട് ജസ്റ്റ് ബിലോ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇത്രയും ഭാഗത്ത് തണ്ട് ഇനിയും കിടക്കുക കണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇവിടാണ് ലെയർ ചെയ്തത്. അപ്പം ഇത്രയും തണ്ട് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് നമ്മൾ ഈ ലെയർ ചെയ്തതിന്റെ ഇത് തൊട്ട് താഴെ വെച്ചിട്ട്, എക്സാമ്പിൾ പറഞ്ഞൊരു ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നു. ഓക്കെ, സ്റ്റെം ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. സ്റ്റെം നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ആ സ്റ്റെമ്മിനെ നമ്മൾ എന്ത് ചെയ്യണം? കട്ട് സ്റ്റെം ജസ്റ്റ് ബിലോ ദി ഏരിയ ഓഫ് ലെയറിംഗ് ആൻഡ് ദിസ് ക്യാൻ ബി പ്ലാന്റഡ് ഇൻ എ ഫ്ലവർ പോട്ട്. ഒരു ഫ്ലവർ പോട്ടിനകത്ത് നമ്മൾ അതിനെ വെച്ച് നടുന്നു. ഓക്കെ, ഒരു ഫ്ലവർ പോട്ടിനകത്ത് വെച്ച് നമ്മൾ നട്ട് നമ്മൾ അതിനെ പിന്നെന്ത് ചെയ്യണം? ഒരു ഗ്രോ ബാഗ്, അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്, മനസ്സിലായില്ല? ഇത് പോളിത്തീൻ ഗ്രോ ബാഗ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ പോളിത്തീൻ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഒരു ഫ്ലവർ പോട്ടിൽ, ഈ കാണുന്ന പോലെ ഒരു പോട്ടിലോ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ വളർത്തിയെടുക്കണം. When it starts growing, it can be replanted in the soil. എന്ന് പറഞ്ഞാൽ ഇത് മുളച്ച് ഈ ഒരു പരുവമാവില്ലേ, ഈ ഒരു ചെടിയൊക്കെ ഇങ്ങനെ ഒരു വളഞ്ഞൊരു ഇച്ചിരി രണ്ടില അല്ലെങ്കിൽ ഒന്ന് മുളച്ചത് വന്ന് ഒരു തണ്ടൊക്കെ നമ്മൾ വെളിയിലോട്ട് കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എടുത്ത് നമ്മൾ റീപ്ലാന്റ് ചെയ്യണം. റീപ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ചെടിച്ചട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു പോളിത്തീൻ ബാഗിൽ നിന്നോ എടുത്തിട്ട് നമ്മൾ അതിനെ നല്ല മണ്ണുള്ള സ്ഥലത്ത്, പേരമരം ഒരിക്കലും ഒരു ചെടിച്ചട്ടിയിലല്ലല്ലോ നമ്മൾ വളർത്തുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എവിടെ നടണം? നല്ല മണ്ണുള്ള ഒരു സ്ഥലത്ത് നടണം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കട്ട് ദ സ്റ്റെം ജസ്റ്റ് ബിലോ ദി ഏരിയ ഓഫ് ദി ലെയറിംഗ് ആൻഡ് ദിസ് ക്യാൻ ബി പ്ലാന്റഡ് ഇൻ എ ഫ്ലവർ പോട്ട് ഓർ ഗ്രോ ബാഗ്. വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഗ്രോയിങ്, അത് വളർന്നു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ഇറ്റ് ക്യാൻ ബി റീപ്ലാന്റഡ് ഇൻ ദ സോയിൽ. അതിനെ മണ്ണിലേക്ക് നമ്മൾ റീപ്ലാന്റ് ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ലെയറിംഗ്. ലെയറിംഗ് വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് ലെയറിംഗ് എന്താണെന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. ഈ 3 സ്റ്റേജ് ഓർത്ത് വെക്കുക. ഈ 3 സ്റ്റേജ് കാണാതെ പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല, മീൻസ് മനസ്സിലാക്കി പഠിക്കുക. ഇതിന്റെ മലയാളം തന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇതൊന്ന് 2-3 വട്ടം വായിച്ച് ഇതിന്റെ മലയാളം മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് അതിനെ നിങ്ങൾ ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്ത് എഴുതുന്ന രീതിയിലാക്കുക. നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ഓർത്ത് എഴുതുക. ഓക്കെ, അല്ല കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ, കാണാതെ പഠിച്ചേ പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളവർ കാണാതെ പഠിക്കുക. ഓക്കെ, 3 സ്റ്റേജ് മനസ്സിലായാലും വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരെണ്ണോ ഇതിനകത്ത് ഡൗട്ട് വരാതെ, ഒരു വേർഡ് പോലും ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പിക്ചർ എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അടുത്ത പാർട്ടിൽ നമുക്ക് ലെയറിംഗിന്റെ ബാക്കി നോക്കാം. ഓക്കെ, അപ്പൊ ലെയറിംഗിന്റെ ഒരു എക്സ്പ്ലനേഷൻ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിനെ എഴുതാൻ നേരം വാട്ട് ഈസ് ലെയറിംഗ് ആൻഡ് ഹൗ ഷുഡ് ഇറ്റ് ബി ഡൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം വരുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ആദ്യം ലെയറിംഗ് എന്താണെന്ന് ഇത് കണ്ടോ, ഈ ഒരു ബോക്സിൽ കിടക്കുന്ന എന്താണ് ലെയറിംഗ് എന്നുള്ളത് ആദ്യം നിങ്ങൾ എഴുതുക. എഴുതിയിട്ട് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്ന് പറഞ്ഞ് ഇത് 3 എഴുതുക. ഓക്കെ, അപ്പൊ ഈ ലെയറിംഗ് ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. ലെയറിംഗ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ്. എന്താണ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ? ഒരു എന്താ പറയാ, പ്രാക്ടീസ്
Layering is the practice of producing plantlets by cutting and planting the stem of a mother plant after generating roots from it. ഒരു മദർ പ്ലാന്റിൽ മദർ പ്ലാന്റ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വലിയ വലിയ ചെടിയാണ് നമ്മൾ മദർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഒരു മദർ പ്ലാന്റില് അതിന്റെ പ്ലാന്റിംഗ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ്, അതിന്റെ സ്റ്റെമ്മിനെ നമ്മൾ നടുന്ന ഒരു പ്രക്രിയയാണ് എന്താണ് പറയുന്നത്, ലെയറിങ്. ആ എങ്ങനെയുള്ള സ്റ്റെമ്മിനെയാണ് നടുന്നത്? ജനറേറ്റിംഗ് റൂട്ട്സ് ഫ്രം ഇറ്റ്. ഒരു മദർ പ്ലാന്റിലെ ഒരു ചെറിയ സ്റ്റെമ്മിൽ ഒരു റൂട്ട് ഉണ്ടായ സ്റ്റെമ്മിനെ നമ്മൾ കട്ട് ചെയ്ത് അതിനെ നട്ട് വളർത്തുന്നതിനെയാണ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ്. ഒരു നമ്മുടെ സാപ്ലിങ്സ് ഇല്ലേ, പ്ലാന്റ്ലെറ്റ്സ്, അത് രണ്ടും ഒരു വേർഡ് തന്നെയാണ്. അതിന്റെ മീനിങ് രണ്ടും ഒന്നാണ്. നിങ്ങൾ ഈ കാണുന്നതാണ്, ഓക്കെ, ഈ കാണുന്നതാണ് സാപ്ലിങ്സ് അല്ലെങ്കിൽ പ്ലാന്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെയറിംഗ് എന്ന് പറയുന്നത്. ലെയറിംഗ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ് ബൈ കട്ടിങ് ആൻഡ് പ്ലാന്റിംഗ് ദി സ്റ്റെം ഓഫ് എ മദർ സെൽ. നമ്മൾ ഒരു മദർ സെൽ അല്ല, മദർ പ്ലാന്റിൽ നിന്നും ഒരു ചെറിയ പ്ലാന്റ്ലെറ്റിനെ നമ്മൾ കട്ട് ചെയ്ത് ഒരു ചെറിയ സ്റ്റെമ്മിനെ, നമ്മൾ റൂട്ട് ഉണ്ടായ ഒരു സ്റ്റെമ്മിനെ നമ്മൾ കട്ട് ചെയ്ത് നട്ട് വളർത്തി ഒരു പ്ലാന്റ്ലെറ്റ് ആക്കുന്നതെയാണ് എന്ത് പറയുന്നത്, ലെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ലെയറിംഗ്. നമുക്ക് ഇനി അടുത്ത പാർട്ടിൽ ബാക്കി നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കണം, എല്ലാം പറഞ്ഞു തരുന്നതാണ്. ഈ ക്ലാസ്സിൽ ഇപ്പൊ ഈ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അത് ക്ലിയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു. അപ്പം അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ.